നമ്മുടെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഓർക്കാപ്പുറത്താണ് ശ്രീ ജോർജ് കുര്യൻ ഇന്നലെ സഹമന്ത്രിയാണ് എന്ന വാർത്ത നാട്ടിൽ പരന്നത്. സ്വന്തം ഭാര്യയ്ക്ക് പോലും അങ്ങനെ ഒരു സൂചനയില്ലായിരുന്നു, കുടുംബത്തിനും നാട്ടുകാർക്കും ഒന്ന് സൂചനയില്ലായിരുന്നു. എന്നാൽ മലയാളികൾക്കാകെ സന്തോഷം പകർന്ന് ഒരു മധുരം പോലെ നരേന്ദ്രമോദി വെച്ച് നീട്ടിയ ഒരു മന്ത്രിസ്ഥാനമാണ് ജോർജ് കുര്യൻ ഇന്നലെ ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ്. സുപ്രഭാതം മിനിസ്റ്ററെ. സുപ്രഭാതം. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങൾക്ക് വളരെ കൗതുകമായത് അങ്ങയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഒരു സാധാരണ പ്രവർത്തകന് BJP നേതൃത്വം നൽകിയ വകുപ്പാണ് ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത്. മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ വളരെ ശ്രമിച്ചത് അങ്ങയുടെ ഭാര്യയോട് പോലും ഈ കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞില്ല. ഏറ്റവും അവസാനം ഞങ്ങൾ ഇതിൻ്റെ സ്പെഷ്യൽ ടെലികാസ്റ്റ് നിർത്തും ഏതാണ്ട് ഒരു 9:50 ആയി. ആ സമയത്ത് ഞങ്ങളുടെ കോട്ടയത്തെ പ്രതിനിധി ചോദിച്ചു വൈഫിനോട്, വിളിച്ചായിരുന്നു, ഇപ്പോഴും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അത് എനിക്ക് തോന്നുന്നു അങ്ങയ്ക്ക് പോലും അത്ഭുതമായിട്ടുള്ളൊരു മന്ത്രിസ്ഥാനമായിരുന്നു അത്. ഭാര്യയോട് പോലും ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്താണ്, അങ്ങേ ഈ ഒരു മന്ത്രിസ്ഥാനം, ഒരു പക്ഷേ അങ്ങേ പോലെ ഒരു പ്രവർത്തകൻ, ഞങ്ങൾക്കൊരു വിഷമമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എൻകൗണ്ടറിലെ ഒരു ഗസ്റ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സന്തോഷം, ഒരു കുഴപ്പമുണ്ട്, ഒരു വിഷമമുണ്ട്. അത് അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ കുഴപ്പമില്ല, നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഈ ഒരു പദവി ലഭിച്ചതിനെക്കുറിച്ച് അങ്ങ് എന്താണ് ഞങ്ങളോട് പറയുന്നത്? തീർച്ചയായിട്ടും സാധാരണ ഇങ്ങനെ സത്യപ്രതിജ്ഞയൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ, അല്ലെ നാഷണൽ കൗൺസിൽ ഉണ്ടാകുന്ന അവസരത്തിൽ ഇവിടെ അറേഞ്ച്മെൻറ്റിന് വേണ്ടി വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകരുടെ താമസം, അവരുടെ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വരാറുണ്ടായിരുന്നു. പ്രാവശ്യം അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ ഡൽഹിയിൽ വന്നപ്പോൾ ഒരു 8 മണിയായപ്പോഴാണ് ഡൽഹി എയർപോർട്ടിൽ വരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. അപ്പോഴാണ് എന്നോട് പറയുന്നത്, അടിയന്തരമായിട്ട് ഒരു നേതാവിൻ്റെ വീട്ടിലെത്തണം എന്ന് പറയുന്നത്. ഞാൻ കുളിക്കുക പോലും ചെയ്യാതെ നേരെ ഞാൻ ആ നേതാവിൻ്റെ വീട്ടിൽ ചെല്ലുന്ന അവസരത്തിലാണ് പാർട്ടി ചില കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്ന് പറയുന്നത്. 9 മണിക്കാണ് എന്നോട് പറയുന്നത്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇതൊന്നും ഒഫീഷ്യലല്ല, ഇത് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്, പാർട്ടിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പരിഗണന എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രൈം മിനിസ്റ്ററാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് 11 മണിയാകുമ്പോൾ എന്നോട് PM ഹൗസിലെത്താൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞാൻ പോയ വീട്ടിൽ നിന്ന് PM ഹൗസിലേക്ക് നേരെ പോവുകയാണ് ഉണ്ടായത്. ഒരു ടാക്സിയിലാണ് ഞാൻ പോയത്. കാരണം ഒരു പ്രതീക്ഷയില്ല, എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പോലും അറിയില്ല. അവിടെ ചെല്ലുമ്പോഴേ എല്ലാവർക്കും അറിയാവുന്നത് പോലെ മീറ്റിങ്ങിന് മുമ്പ് ഫോൺ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ PM ഹൗസിലെ മീറ്റിങ്ങിനെല്ലാം അങ്ങനെയാണ്. അവിടെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ വന്നിട്ടുള്ള ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് പറയുന്നത്. പിന്നെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ആരോടും പറയേണ്ട, ഒരു ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഹിന്ദി ന്യൂസ് വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ PM ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന അവസരത്തിലാണ് ഒരു ഫോട്ടോ വരുന്നതും ഫോട്ടോയിൽ നിന്ന് ചാനലുകൾക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ വീട്ടുകാരെ അറിയിക്കാനോ ഭാര്യയോട് പറയാനോ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. തിരക്കായിരുന്നു. അവരും ഇങ്ങനെ, എന്നെപ്പോലെ തന്നെ അവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അങ്ങനെയാണതുണ്ടായത്. എന്തായാലും വീട്ടിലെ പട്ടാളം ഇത്തിരി പരിഭവത്തിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം വിളിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ വിളിച്ചോ രാത്രിയിൽ? വിളിച്ചു നമ്മൾ ഉത്കണ്ഠപ്പെട്ട കാര്യമാണ്. സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ എന്തായാലും കേരളത്തിന് വലിയൊരു അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാര്യം കേരളത്തിൽ അങ്ങേക്ക് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഇത്ര കാലത്തെ പൊതുരംഗത്തെ പരിചയം അങ്ങേക്കുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അത് നടപ്പിലാക്കി അങ്ങക്ക് കിട്ടുന്ന വകുപ്പ് മാത്രമല്ല, മറ്റു വകുപ്പുകളുടെ പ്രവർത്തനമൊക്കെ കേരളത്തിൽ സജീവമാക്കാനും അങ്ങേക്ക് കഴിയും. കാര്യം അങ്ങേക്ക് അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, സാധാരണ മനുഷ്യൻ്റെ ഇടയിൽ നടന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അവരുടെ കണ്ണീരും അവരുടെ വേദനയും അവരുടെ ചിരിയും സന്തോഷവും ഒക്കെ അറിയാവുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അങ്ങ്. അപ്പോൾ അങ്ങ് ഈ നാളെ ഉള്ള കേരളത്തിന് വേണ്ടി അങ്ങയുടെ ഒരു ചുവടുവയ്പ് എങ്ങനെയായിരിക്കും? കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും, അത് ജനങ്ങൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, അവരാണല്ലോ ഈ വികസനത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുമായിട്ട് തീർച്ചയായിട്ടും സഹകരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ വികസനം തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കർത്തവ്യമാണ്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും.
നമ്മുടെ റിപ്പോർട്ടർ ടോബി ജോൺസൺ കോട്ടയത്തെ കാണക്കാരിയിലെ അങ്ങയുടെ വീട്ടിൻ്റെ മുന്നിലുണ്ട്. കാണക്കാരിക്കാരൊക്കെ ഇത് അറിഞ്ഞൊന്നും ഞെട്ടലായി. അവരിന്നലെ അങ്ങയുടെ വീട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. നമ്മൾ രാത്രിയിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഒരു സ്ക്രീനൊക്കെ വെച്ച് വെളിയിൽ നിന്ന് അങ്ങയുടെ ഭാര്യയോടൊപ്പം ഇതൊക്കെ കാണുകയായിരുന്നു. അപ്പോൾ കാണക്കാരിക്കാരോട് എന്താ പറയുക? അവരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അങ്ങേക്ക് ഈ സ്ക്രീനിലൂടെ പറയാം. അത് എൻ്റെ നാട്ടുകാരല്ലേ, ഞാൻ അവരുടെ കൂടെയാണ് വളർന്നത്, അവരുടെ കൂടെ ഉണ്ടാവും. കാര്യം ചെയ്യാം, ടോബിയോടൊന്ന് ചോദിക്കാം അവിടെ നാട്ടുകാരെന്താ പറയുന്നതെന്നുള്ളത്. ടോബി, യഥാർത്ഥത്തിലെ കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞ ജോർജ് കുര്യൻ നമ്മോടൊപ്പം തത്സമയം ഡൽഹിയിൽ നിന്ന് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയോടൊക്കെ നിങ്ങൾ രാത്രി സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഭാര്യയുടെ പരിഭവം കഴിഞ്ഞു, അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലും ഇപ്പോൾ കാണക്കാരിയിലെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? SKN ഇപ്പോൾ അന്നമ്മ ചേച്ചി മാത്രമാണ് ഉള്ളത്. കാരണം ഇന്നലെ രാത്രി വൈകിയാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം രാവിലെ ആരും തന്നെ എത്തിയില്ല. എന്തായാലും അന്നമ്മ ചേച്ചിയുടെ അടുത്തോട്ട് നമുക്ക് പോകാം. ചേച്ചി രാവിലെ എഴുന്നേറ്റ് ആ ജോലികളൊക്കെ കാപ്പിയൊക്കെ ഇടുന്ന തിരക്കിലാണ്. ചേച്ചി അടുക്കളയിലാണുള്ളത്. നമുക്ക് അവിടേക്കൊന്ന് ചെന്ന് സംസാരിക്കാം. ചേച്ചി എന്തായാലും റെഡിയായി വന്നിട്ടുണ്ട്. SKN ഒരു വലിയ സന്തോഷമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെ ഓടിയെത്തുമ്പോഴായിരുന്നു. അതിനുശേഷം വിളിച്ചില്ല. അതെ അതെ ചേച്ചി, SKN ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. ഏറ്റവും സന്തോഷമുള്ള ഒരാളാണെന്നാണ് SKN പറയുന്നത്. അല്ല ടോബി ഒന്ന് പറഞ്ഞേക്കണം, അദ്ദേഹം ഇപ്പൊ സ്ക്രീനിൽ നിന്ന് ഇത് കാണുകയാണെന്നൂടെ പറഞ്ഞേക്കണേ. ഇന്ന് രാവിലെ വിളിച്ചോ? ചേച്ചി ചേട്ടനത് നേരിട്ട് ലൈവായിട്ട് കാണുന്നുണ്ട്. അപ്പം എത്രത്തോളം സന്തോഷമുണ്ട്? എന്നോട്ടാണ് ചോദിക്കുന്നത്. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വിളിച്ചിരുന്നു, രാവിലെ വിളിച്ചിരുന്നു. അധികം സംസാരിക്കാനൊന്നും സമയം ഉണ്ടായില്ലല്ലോ. എഴുന്നേറ്റുടനെ വിളിച്ചു. ഇന്നലെ ഒരുപാട് പേര് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നി ശരിക്കും? നമ്മളോടൊപ്പം ഇവരെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം, അഭിമാനം. എല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെ, നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും എന്നുള്ള ആ ഒരു തോന്നൽ, അത് ഉറപ്പിക്കാൻ പറ്റിയേ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. നമുക്ക് എന്തായാലും അദ്ദേഹത്തോടിലേക്ക് മടങ്ങി പോകണം. ചേച്ചിയോട് നമ്മുടെ ഒരു സന്തോഷം പറഞ്ഞേക്കോ ഈ മോർണിംഗ് ഷോയിൽ ചേർന്നതിന്. ശ്രീ ജോർജ് കുര്യൻ, കാണക്കാരിയിലെ ജനങ്ങൾക്കൊക്കെ വലിയ ആവേശമായിട്ടുണ്ട്. അപ്പം കാണക്കാരിക്കാരോട് അങ്ങ് കളിച്ചു വളർന്ന നാടാണല്ലോ അത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് ചിലപ്പോൾ അങ്ങയുടെ കൂടെ പഠിച്ചവരും ഒക്കെ തന്നെ ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ടാവും. അവരോടൊക്കെ എന്താ അങ്ങേക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും കാണക്കാരിയുടെയും വികസനത്തിന് വേണ്ടി ശ്രമിക്കും. എന്നാലാകുന്ന രീതിയിൽ സ്വന്തം നാടിന് വേണ്ടിയും ശ്രമിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാ ദിവസവും അവരെന്നെ കാണുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നതും. അവിടെ ഒരു സാധാരണ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെപ്പോഴും കാണുകയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തോടൊപ്പം തന്നെ നമ്മുടെ നാടിനും വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഇപ്പോഴൊരു ചെറിയ ഒരു വാർത്ത പരക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു ചെറിയ അതൃപ്തിയുണ്ട്. ചിലപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്ന രീതിയിൽ വാർത്ത പരക്കുന്നു. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ അത്? ഇല്ല ഇല്ല, എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം കേരളത്തിൽ അങ്ങേക്ക് അറിയുന്നത് പോലെ ഈ BJPയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പലപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ നേതാക്കന്മാർ തമ്മിലുള്ള പലപ്പോഴുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ അങ്ങ് ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് വടംവലിയിലൊന്നും ഒരിക്കലും ചേർന്നതായി ഞാൻ കണ്ടിട്ടുമില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ എൻ്റെ ചോദ്യം, ഇത് യഥാർത്ഥത്തിൽ BJPയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എപ്പോഴും തടസ്സമായി നിൽക്കും. എന്തായിരിക്കും ആ കാര്യത്തിലൊക്കെ അങ്ങയുടെ നിലപാട്? അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നത് വി മുരളീധരൻ്റെ വീട്ടിലാണ്. സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയ രീതിയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇന്നലെ വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല, പുതിയതായിട്ട് വന്ന ഒരാൾ. ആ മന്ത്രിയുടെ വീട്ടിൽ ഞാൻ ഇന്നലെ താമസിച്ച എവിടെയാണ്. അങ്ങനെ ഒരു രീതി, ഒരു സംസ്കാരം അത് BJPക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ BJPയിൽ ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങും തന്നെ ഇങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള സ്പർദ്ധയോ വിരോധമോ
ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വരാറുണ്ട്. മാധ്യമങ്ങളിൽ വരുമ്പോൾ ഈ നേതാക്കന്മാർ തന്നെ ഇരുന്നുകൊണ്ട് ചിരിക്കാറുമുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഗ്രൂപ്പുകളോ ഭാരതീയ ജനതാ പാർട്ടിയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷിയിലുള്ളതുപോലെയുള്ള ആ സംവിധാനം കേരള BJP-യിൽ ഏതായാലും ഇല്ല. ഞാൻ എല്ലാവരുടെയും കൂടെ പ്രവർത്തിക്കുന്നതാണല്ലോ. ഞാൻ PK കൃഷ്ണദാസിൻ്റെ കൂടെ യുവമോർച്ചയിൽ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ O രാജഗോപാലിൻ്റെ OST ആയിരുന്നു. PS ശ്രീധരൻപിള്ളയുടെ കൂടെ ആ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്നു. V മുരളീധരൻ്റെ കൂടെ വക്താവും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. സുരേന്ദ്രൻ്റെ കൂടെ ജനറൽ സെക്രട്ടറിയായി. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിലും അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിട്ടില്ല. അത് പാർട്ടിയിൽ അങ്ങനെ ഒരു രീതിയുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പ്രശ്നമാവില്ല, അങ്ങനെ ഒരു വിഷയമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പത്രങ്ങളിലും ചാനലുകളും തീർച്ചയായിട്ടും അങ്ങേക്ക് ഒരു സന്തോഷത്തിൻ്റെ മധുരം കിട്ടിയ ഒരു സമയത്ത് ഈ പ്രഭാതത്തിൽ പ്രത്യേകിച്ചും ഒരു വിവാദത്തിലേക്കൊന്നും പിടിച്ചുകൊണ്ട് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എയിംസ് പോലെ നമുക്ക് കേരളത്തിന് ഒരുപാട് ഡിമാൻഡുകളുണ്ട്, നടപ്പാക്കാൻ കഴിയാതെ പോയ കുറേ വികസന പ്രശ്നങ്ങൾ. അപ്പം എയിംസൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയാണ്, നമ്മുടെ അടുത്ത് വരെ വന്നു എന്ന് നമ്മൾ വിശ്വസിച്ച സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ ഒരു നിലപാട് എന്തായിരിക്കും, ഒരു നീക്കം എന്തായിരിക്കും? പ്രത്യേകിച്ച് താങ്കളെപ്പോഴും ഒരു സംയമനം കാത്തു സൂക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് ടെലിവിഷൻ സ്ക്രീനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല, അതിനെപ്പറ്റി എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2014 ആദ്യത്തെ 100 ദിവസത്തെ പദ്ധതിയുടെ കൂടെ കേരളത്തിലെ എയിംസും ഉണ്ടായിരുന്നു. പല സ്റ്റേറ്റുകളോടും ചോദിച്ചുവെങ്കിലും ആ സമയപരിധിക്കുള്ളിൽ പല സ്റ്റേറ്റുകൾക്കും സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല ഒരു അഭിപ്രായ ഐക്യത്തിന് സാധിച്ചില്ല. കേരളത്തിലും അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ഥലമായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അന്ന് എനിക്ക് തോന്നുന്നു 6 സ്റ്റേറ്റുകൾ അത് പൂർത്തിയാക്കി. 6 സ്റ്റേറ്റുകൾക്ക് വന്ന് എയിംസ് കിട്ടി. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളിലും അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ശ്രമം ഒരു സഹമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. താങ്ക് യു ശ്രീ ജോർജ് കുര്യൻ നമുക്കൊപ്പം ചേർന്നതിന്. അതുപോലെ എന്തായാലും താങ്കൾ വികസനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ താങ്കൾക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട്. താങ്കളുടെ വിജയ വഴിയിൽ അവരുടെ ആശംസകൾ കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഈ സന്തോഷം താങ്കൾ പങ്കുവച്ചാൽ നമുക്ക് ഈ ചെറിയ അഭിമുഖം തൽക്കാലം അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. താങ്ക് യു ശ്രീ ജോർജ് കുര്യൻ. ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം തത്സമയം ചേർന്ന് ഈ മുരളീധരൻ്റെ വീട്ടിൽ നിന്നാണ് ഈ തത്സമയത്തിൽ ചേർന്നെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമുക്ക് കേരളത്തെ സംബന്ധിച്ചോളം വളരെ അഭിമാനമാണ് 2 പേർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു എന്നുള്ളത്. ഒരുപക്ഷേ കേരളത്തിൻ്റെ വികസനത്തിൽ ഈ 2 മന്ത്രിമാരുടെ സാധ്യതകളും പ്രാധാന്യവും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല.